റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പൊ അതിന് ഓരോ പോയിന്റുകൾ കിട്ടുന്നത് നമ്മൾ ഏതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെവലില് നല്ല രീതിയിലുള്ള അറിവ് സമ്പാദിക്കാൻ പറ്റും. ഇതിലുള്ള തന്നെയാണ് ഓരോ സ്പെസിഫിക്കേഷൻ. എനർജി ഓഡിറ്റ് ഇപ്പൊ നമ്മുടെ പുതിയൊരു സംഭവമാണ് എനർജി ഓഡിറ്റ്. അതായത് 100 കിലോവാട്ടിന്റെ മുകളിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ എനർജി ഓഡിറ്റ് എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. കാരണം അത് പുതിയ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനർജി ഓഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് എമർജിംഗ് ടെക്നോളജീസ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. അതിനകത്താണ് 3D പ്രിന്റിംഗ് കൺസ്ട്രക്ഷൻ. അതായത് 3D പ്രിന്റ്, അതായത് ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങൾ 3D പ്രിന്റിംഗിൽ മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മറ്റേ IIT അത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ വരുന്ന സംഭവങ്ങൾ മുഴുവൻ 3D പ്രിന്റിംഗിലായിരിക്കും. കാരണം ബിൽഡിംഗ് പണിയുള്ള കൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മള് ചൊവ്വയിലും അതേപോലെ ചന്ദ്രനിലൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ എങ്ങനെയൊക്കെ അതിനകത്ത് വേണമെന്നുള്ളതും എന്തൊക്കെ